ക്രിസ്തയേശുവിൻ നാമത്തിൽ ഏവർക്കും സ്നേഹമുണ്ട്. വളരെയധികം സന്തോഷത്തോടുകൂടെയാകുന്നു ഞാനിപ്പോൾ നിങ്ങളുടെ മധ്യയായിരിക്കുന്നത്. കാരണം കുറച്ചാഴ്ചകളായി നമ്മുടെ സഭകളിൽ സൺഡേ സ്കൂൾ പഠനം നടക്കാതിരിക്കുന്ന സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഈ സാഹചര്യത്തിലാകുന്നു ലൂഥർ സൺഡേ സ്കൂൾ സമാജം ഒരു ഓൺലൈൻ സൺഡേ സ്കൂൾ നടത്തുവാൻ തീരുമാനിക്കുകയും പ്രാർത്ഥനയോടുകൂടെ ഇന്നേ ദിവസം അതിന്റെ ആരംഭം കുറിക്കുകയും ചെയ്യുന്നത്. ഈ സൺഡേ സ്കൂൾ പഠനത്തിൽ നമ്മുടെ സഭകളുടെ നടന്നുകൊണ്ടിരിക്കുന്ന ക്ലാസ്സുകളെ പോലെ തന്നെയാകുന്നു ഈ ഓൺലൈൻ സൺഡേ സ്കൂളും ക്രമീകരിച്ചിട്ടുള്ളത്. LKG മുതൽ +2 വരെയുള്ള ക്ലാസ്സുകളും 25 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കും പഠിക്കുവാൻ തരത്തിലാകുന്നു ക്ലാസ്സുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. പ്രാർത്ഥനയോടുകൂടെ എല്ലാ കുഞ്ഞുങ്ങളും ഈ വചന പഠനത്തിൽ പങ്കാളിയാവുക. ഈ ദിവസങ്ങളിൽ നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത് നമ്മുടെ തന്നെ സഭയിലെ പുരോഹിതന്മാരും നമ്മുടെ സൺഡേ സ്കൂൾ അധ്യാപകന്മാരും അധ്യാപികമാരും അതോടൊപ്പം മറ്റ് വിശ്വാസികളും ചേർത്ത് ഒരുമിച്ചാകുന്നു ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. ഓരോ ആഴ്ചയിൽ നിങ്ങൾ കാണുന്നത് വ്യത്യസ്തമായ അധ്യാപകരുടെ ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നത്. എല്ലാവരും ഓരോ ദിവസത്തെ ക്ലാസ്സുകളും ശ്രദ്ധയോടുകൂടെ വീക്ഷിച്ച് പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ നോട്ട്സുകളൊക്കെയും തയ്യാറാക്കുമല്ലോ. ഓരോ ദിവസത്തെ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതാത് ക്ലാസ്സിന്റെ നോട്ട്സുകൾ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നൽകും. ഈ വർഷത്തെ നമ്മുടെ സൺഡേ സ്കൂൾ ഓൺലൈൻ പഠനത്തെ ആസ്പദമാക്കിയായിരിക്കും നമ്മുടെ അവസാന പരീക്ഷ, സർക്കിൾ തല പരീക്ഷ, അതോടൊപ്പം സർക്കിൾ കലാമത്സരങ്ങളൊക്കെയും നടത്തപ്പെടുന്നത്. ഓരോ ദിവസത്തെയും ക്ലാസ്സുകൾക്ക് ശേഷം നമ്മുടെ തന്നെ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ഒരു ചെറിയ പ്രോഗ്രാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ ദിവസവും ഓരോ സഭകളുടെ ഒരു പ്രോഗ്രാം, സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഒരു പ്രോഗ്രാം നമുക്ക് ആസ്വദിക്കുവാനും കാണുവാനും പ്രോത്സാഹിപ്പിക്കുവാനും നമുക്ക് സാധിക്കുമല്ലോ. വളരെ പരിമിതമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാകുന്നു ഈ ഒരു ഓൺലൈൻ ക്ലാസ് നാം ക്രമീകരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമാകുന്നു. അതോടൊപ്പം ഇന്നേ ദിവസം മുതൽ ആരംഭിക്കുന്ന ഈ ഓൺലൈൻ സൺഡേ സ്കൂൾ വിജയകരമായി പൂർത്തീകരിക്കുവാൻ ഞങ്ങൾ എല്ലാവരുടെയും സഹായവും സാന്നിധ്യവും എപ്പോഴും ഞങ്ങൾ പ്രാർത്ഥനയോടുകൂടെ പ്രതീക്ഷിക്കുന്നു. 2020 വർഷത്തിലെ ഓൺലൈൻ സൺഡേ സ്കൂൾ പഠനം പ്രാർത്ഥനയോടുകൂടെ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെയൊക്കെയും പ്രിയങ്കരനായിരിക്കുന്ന കൺകോർഡിയ തിയോളജിക്കൽ സെമിനാരിയുടെ മുൻ പ്രിൻസിപ്പൽ ആയിരുന്ന റവറൻഡ് DV ബർണാഡ് അച്ഛനാകുന്നു. അച്ഛനെ നമുക്ക് ആദരപൂർവ്വം ഈ ഉദ്ഘാടന ശുശ്രൂഷയിലേക്ക് നമ്മൾ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യാം. തുടർന്ന് അച്ഛന്റെ ഉദ്ഘാടനത്തോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ നാം ക്ലാസ്സുകളിലേക്ക് പ്രവേശിക്കും. പ്രാർത്ഥനയോടുകൂടെ വചന പഠനത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുവിൽ പ്രിയ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളെ, അധ്യാപകരെ, രക്ഷകർത്താക്കളെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. വചനം പഠിച്ച് ക്രിസ്തുവിൽ വളർന്ന് സഭയ്ക്കും സമൂഹത്തിനും കുടുംബത്തിനും നന്മ ഉള്ള മക്കളായി തീരണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടെയാണ് 1780 റോബർട്ട് റെയ്ക്സ് ഇംഗ്ലണ്ടിലെ സൺഡേ സ്കൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് എന്ന് നമുക്കറിയാം. കഴിഞ്ഞ വർഷം വരെയും IHC തലത്തിലും സിനഡ് സർക്കിൾ തലത്തിലും മനോഹരമായ രീതിയിൽ നമ്മുടെ സൺഡേ സ്കൂൾ പഠനങ്ങൾ നടന്നു എന്നത് സന്തോഷകരമായ കാര്യം. എന്നാൽ ഇന്നത്തെ സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാം. COVID-19 എന്ന മഹാമാരി മുഖേന നമ്മുടെ ഈ വർഷത്തെ സൺഡേ സ്കൂൾ പഠനങ്ങളൊന്നും ശരിയായ രീതി നടക്കുന്നില്ല എന്നുള്ളത് ദുഃഖകരമായ കാര്യമാണ്. അതുകൊണ്ടാണ് ലൂഥർഗിരി സർക്കിൾ തലത്തിൽ നമ്മുടെ സൺഡേ സ്കൂൾ ഭാരവാഹികൾ ഓൺലൈനിലൂടെ സൺഡേ സ്കൂൾ പാഠങ്ങൾ തയ്യാറാക്കി നിങ്ങളെ അതിൽ പങ്കുചേർക്കുന്നത്. ഈ സൺഡേ സ്കൂൾ പ്രോഗ്രാം പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും
അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും കുഞ്ഞുങ്ങളെ ഉത്സാഹിപ്പിക്കുന്ന രക്ഷകർത്താക്കൾക്കും എൻ്റെ എല്ലാവിധമായ സ്നേഹ ആശംസകൾ ഞാൻ അറിയിക്കുന്നു. അതോടൊപ്പം ഈ വർഷത്തെ നമ്മുടെ സർക്കിൾ തല സൺഡേ സ്കൂൾ പഠനങ്ങൾ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണടച്ച് കൈകൂപ്പാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, എല്ലാ നല്ല ദാനങ്ങളും തികഞ്ഞ വരങ്ങളും തന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും സഭയെയും അവിടുന്ന് അനുഗ്രഹിച്ചതിനായിട്ട് നന്ദി പറയുന്നു. 2020-21 വർഷത്തിലെ സൺഡേ സ്കൂൾ പ്രോഗ്രാം ഞങ്ങൾ ആരംഭിക്കുന്നു. ഓൺലൈനിലൂടെ നടത്തുന്ന ഈ പഠനം ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങൾക്കും സഭയ്ക്ക് അനുഗ്രഹമായി തീരുവാൻ അവർ കൃപ ചെയ്യണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ പ്രിയ പിതാവേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നമ്മുടെ ഓൺലൈൻ സൺഡേ സ്കൂൾ വെടിതിരി കത്തിച്ച് ഞാൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ഹായ് കൂട്ടുകാരെ, എല്ലാവരും ഓൺലൈൻ സൺഡേ സ്കൂളിന് റെഡിയായോ? വേദപുസ്തകവും സൺഡേ സ്കൂൾ ബുക്കും എടുത്തു കഴിഞ്ഞല്ലോ അല്ലേ? എങ്കിൽ നമുക്ക് ഇന്നത്തെ പാഠം പഠിക്കാം. ഇന്ന് നമ്മൾ 6ാമത്തെ പാഠമാണ് പഠിക്കാൻ പോകുന്നത്. പാഠത്തിന്റെ പേരെന്താണെന്ന് അറിയാമോ? മിസ്രൈമിലേക്കുള്ള ഓടിപ്പോക്ക്. എന്താണ് പാഠത്തിന്റെ പേര്? മിസ്രൈമിലേക്കുള്ള ഓടിപ്പോക്ക്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 12 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ ഈ പാഠഭാഗം നമുക്ക് കാണുവാൻ സാധിക്കും. എങ്കിൽ നമുക്ക് പാഠത്തിലേക്ക് പോകാം അല്ലേ? പാഠത്തിന്റെ പേര് നിങ്ങൾ ശ്രദ്ധിച്ചോ? മിസ്രൈമിലേക്കുള്ള ഓടിപ്പോക്ക്. അപ്പൊ ആരോ അവിടെ മിസ്രൈമിലേക്ക് ഓടിപ്പോയല്ലേ? ആരാണെന്നറിയാമോ അത്? യേശു പൈതലും യേശു പൈതലിന്റെ അമ്മയും യേശു പൈതലിന്റെ അപ്പനുമാണ് എവിടേക്ക് പോയത്? മിസ്രൈമിലേക്ക് പോയത്. ബൈബിൾ നാം വായിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. അവർ ഓടിപ്പോയി എന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അവർ എന്തിനായിരിക്കും മിസ്രൈമിലേക്ക് ഓടിപ്പോയത്? അവർ ആരെയോ പേടിച്ചാണല്ലേ മിസ്രൈമിലേക്ക് ഓടിപ്പോയത്? ആരെ പേടിച്ചാണ് അവർ മിസ്രൈമിലേക്ക് പോയതെന്നറിയാമോ? ഹെരോദ രാജാവിനെ പേടിച്ചാണ് അവർ മിസ്രൈമിലേക്ക് ഓടിപ്പോയത്. യേശുവിന്റെ ജനനം എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒന്നായിരുന്നു അല്ലേ? വിദ്വാൻമാർക്കും ഇടയന്മാർക്കും എല്ലാം യേശുവിന്റെ ജനനം സന്തോഷം നൽകി. വിദ്വാൻമാർ യേശു പൈതലിന് പൊന്നും മൂരും കുന്തിരിക്കവും കാഴ്ചവെച്ചു. ഈ വിദ്വാൻമാർ ആദ്യം എവിടേക്കാണ് പോയതെന്നറിയാമോ? ഹെരോദ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക്. അവിടെ എത്തിയ അവർ ഹെരോദ രാജാവിനോട് ചോദിച്ചു, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടിട്ട് നമസ്കരിക്കുവാനാണ് വന്നിരിക്കുന്നത്. ഇത് കേട്ടിട്ട് ഹെരോദ രാജാവിന് ഭയമുണ്ടായി. ഹെരോദ രാജാവ് പെട്ടെന്ന് ഞെട്ടി. എന്തുകൊണ്ടാണെന്നറിയോ? കൊട്ടാരത്തിൽ അങ്ങനെ ഒരു ശിശു ജനിച്ചിട്ടില്ല. പിന്നെ ഇവർ പറയുന്നു യഹൂദന്മാരുടെ രാജാവായി ഒരാൾ പിറന്നിരിക്കുന്നു എന്ന്. ഇത് കേട്ട ഉടനെ ഹെരോദ രാജാവ് ശാസ്ത്രിമാരെ ഒക്കെ വിളിച്ചു കൂട്ടിയിട്ട് ഈ നക്ഷത്രം വെളിവായ സമയവും യേശു പൈതല് ജനിക്കാനുള്ള സ്ഥലവും ഒക്കെ ചോദിച്ചറിഞ്ഞു. അങ്ങനെ ഹെരോദ രാജാവ് എന്ത് ചെയ്തു? ഈ യേശു പൈതലിനെ കൊല്ലുവാനായിട്ട് അന്വേഷിച്ചു. ആ സമയം എന്ത് സംഭവിച്ചെന്നറിയോ? യോസഫിന് സ്വപ്നത്തിൽ ദൂതൻ പ്രത്യക്ഷനായി പറഞ്ഞു, നീ ശിശുവിനെയും അമ്മയെ കൂട്ടിക്കൊണ്ട് എവിടേക്ക് പോകണം? മിസ്രൈമിലേക്ക് പോകണം.
അങ്ങനെയാണ് ആരൊക്കെ മിസ്രൈമിലേക്ക് പോയത്? യേശു പൈതലും യോസഫും മറിയയും ഒന്നിച്ച് മിസ്രൈമിലേക്ക് ഓടിപ്പോയത്. അപ്പോ അങ്ങനെ അവർ എവിടെ എത്തി? മിസ്രൈമിലെത്തി. കുറേ നാൾ കഴിഞ്ഞ ശേഷം ഹെരോദ രാജാവ് മരണപ്പെട്ടു. അതിനുശേഷം ദൂതൻ യോസഫിന് പ്രത്യക്ഷനായി പറഞ്ഞു, എന്ത് ചെയ്യണം? ഹെരോദ രാജാവ് മരിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് നീ തിരിച്ച് ഇസ്രായേലിലേക്ക് മടങ്ങി വരണം എന്ന് പറഞ്ഞു. പക്ഷേ ഹെരോദ രാജാവിന്റെ മകനായ അർക്കെലയോസ് അവിടെ രാജാവായി വാഴുന്നു എന്ന് അവർ അറിഞ്ഞിട്ട് അവിടേക്ക് വരാൻ ഭയപ്പെട്ടിട്ട് എവിടേക്ക് പോയെന്നറിയാമോ? ഗലീല പ്രദേശങ്ങളിലേക്ക് മാറിപ്പോയി. അങ്ങനെ ബത്ലഹേമിൽ ജനിച്ച യേശു എവിടെ വളർന്നു? നസ്രത്തിൽ വളർന്നു. നോക്കൂ, എത്ര അത്ഭുതകരമായി ദൈവം കാത്തുപരിപാലിച്ചു അല്ലേ? തക്ക സമയത്ത് ആപത്ത് വരുന്നതിന് മുന്നറിയിപ്പ് ആര് നൽകി? ദൈവം നൽകി. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലും നമുക്ക് എന്തെങ്കിലും ആപത്ത് നേരിട്ടാൽ ആര് നമ്മളെ സഹായിക്കും? ദൈവം നമ്മെ സഹായിക്കും. കാരണം എന്താണ്? ദൈവം നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അല്ലേ? അതുകൊണ്ടാണ് ആരെ നമുക്ക് നൽകിയത്? തന്റെ സ്വന്തം പുത്രനെ നമുക്ക് നൽകിയത്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മുടെ ആപത്ത് വരുമ്പോ ദൈവം നമ്മുടെ സഹായകനായി ഉണ്ട് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ആ ദൈവത്തില് ആശ്രയിക്കണം. ഇവിടെ ഹെരോദ രാജാവിന് അധികാരമോഹമായിരുന്നു അല്ലേ? അതുകൊണ്ടല്ലേ യേശു പൈതലിനെ കൊല്ലുവാനായിട്ട് ആലോചിച്ചത്? അതത്ര നല്ല സ്വഭാവമായിരുന്നു? അല്ല. നമ്മുടെ ജീവിതങ്ങളിൽ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള ഒരു ആഗ്രഹങ്ങളും വരാനായിട്ട് പാടില്ല. അപ്പൊ നമുക്ക് ഇന്നത്തെ മനപ്പാഠം പഠിക്കാം. സങ്കീർത്തനങ്ങൾ 31:15. സങ്കീർത്തനങ്ങൾ 31:15. എന്റെ കാലഗതികൾ നിന്റെ കയ്യിലിരിക്കുന്നു, എന്റെ ശത്രുക്കളെയും എന്നെ പീഡിപ്പിക്കുന്നവരുടെയും കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എന്റെ കാലഗതികൾ നിന്റെ കയ്യിലിരിക്കുന്നു, എന്റെ ശത്രുക്കളുടെയും എന്നെ പീഡിപ്പിക്കുന്നവരുടെയും കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. അപ്പോ ഇന്നത്തെ പാഠം എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ആ 10 വയസ്സിന് താഴോട്ടും 60 വയസ്സിന് മുകളിലോട്ടുമുള്ളവർ പുറത്തിറങ്ങാനേ പാടില്ല. അമ്മ പറഞ്ഞെന്ന ഒരു കൊച്ചു മോണാറ്റാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന കൊറോണ അഥവാ COVID-19 എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള എൻ്റെ കൊച്ചു മോണാറ്റൊന്ന് കണ്ടു നോക്കൂ. അമ്മേ അമ്മേ, ഇനി മുതൽ നമുക്ക് സ്കൂളിൽ പോണ്ടല്ലോ. ഏ ഏ ഏ ഏ ഏ ഇതെന്താ? ഇന്ന് മാർച്ച് ആയതല്ലേ ഉള്ളൂ, അവധിയാ? അതെ അമ്മേ, എന്തോ കൊറോണയോ വൈറസോ എന്നൊക്കെ സാറ് പറഞ്ഞു. എന്റെ ദൈവമേ, ഇതെന്താ കേക്കണേ? ദേ ഇങ്ങോട്ടൊന്ന് വന്നേ, മോള് പറയുന്നത് കേട്ടോ? കേട്ടു. കൊറോണ ഇപ്പോ ലോകം മുഴുവൻ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും വീട്ടിന്റെ അകത്ത് തന്നെ ഇരിക്കേണ്ടി വരും. അയ്യോ, അച്ഛൻ ജോലിക്ക് പോയില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ഇതൊക്കെ വെറുതെയാ, നിങ്ങൾ ആ വാർത്ത നിട്ടേ. ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന കൊറോണ ഇപ്പോൾ കേരളത്തിലും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേകം പേർ മരിക്കുകയും ആശുപത്രികളിൽ സ്ഥലമില്ലാതിരിക്കുകയും ചെയ്തതിനാൽ ആരോഗ്യവകുപ്പ് പറയുന്നത് അനുസരിക്കുക. കൈകൾ കൃത്യമായും കഴുകുക, സോപ്പുകൾ ഉപയോഗിച്ച്. സാമൂഹ്യ അകലങ്ങൾ പാലിക്കുക, മാസ്കുകൾ ധരിക്കുക. അയ്യോ, ഇനി പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ധരിക്കണോ? ഡി പെണ്ണെ, നിനക്ക് 10 വയസ്സല്ലേ ആയോളൂ, പുറത്തിറങ്ങാനേ പാടില്ല നിനക്ക്. 10 വയസ്സിന് താഴോട്ടും 60 വയസ്സിന് മുകളിലോട്ടുമുള്ളവർ പുറത്തിറങ്ങാനേ പാടില്ല. അയ്യോ, ഇനി മരിക്കുന്നടാ നല്ലത്, ഇതൊന്നും കാണാൻ വയ്യേ. അമ്മ ഇങ്ങനൊന്നും പറയരുത്, ഗവൺമെന്റ് പറയുന്നത് അനുസരിക്ക. അച്ഛാ, നാളെയല്ലേ സ്കൂൾ തുറക്കുന്നേ, എന്താ പുതിയതൊന്നും വാങ്ങാത്തേ? മോളെ, ഇനി മുതൽ നിങ്ങൾ വീട്ടിലിരുന്നാ പഠിക്കുക, ഓൺലൈൻ ക്ലാസ്, TV-യിലൂടെ.
അയ്യോ, പക്ഷേ എന്റെ കൂടെ പഠിക്കുന്ന രേഷ്മയ്ക്കും അനന്തുവിനും TV ഇല്ലല്ലോ. അവർക്കൊക്കെ എന്തെങ്കിലും ചെയ്തിരിക്കും. ചേച്ചി ചേച്ചി വാ, ഓൺലൈൻ ക്ലാസ് തുടങ്ങി, അമ്മയും വന്നിരിക്കൂ. മക്കളെ, നല്ലതുപോലെ പഠിക്കണം, മാർക്സ് കൃത്യമായി ധരിക്കണം, കൃഷികളൊക്കെ ശീലിക്കണം. അയ്യേ, മാർക്സ് അല്ല, മാസ്ക്. ടീ പെണ്ണെ, കളിയാക്കാതിരുന്നേ. ഈ ജനങ്ങളെന്നാ ഒന്നും അനുസരിക്കാത്തേ. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയല്ലേ മാസ്ക് ധരിക്കാനും സാമൂഹ്യ അകലം പാലിക്കാനൊക്കെ പറയുന്നത്. അച്ഛാ, അമ്മേ, വാ, നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം കൊറോണയ്ക്കെതിരെ. മാസ്ക് ധരിക്കും, സാമൂഹിക അകലം പാലിക്കും, കൃത്യമായി സോപ്പുകൾ ഉപയോഗിച്ച് കൈകൾ കഴുകും. അതുമാത്രമല്ല, പുറത്തു നിന്ന് ആളുകൾ വന്നാൽ അവരെ കഴിവതും കയറ്റാതിരിക്കുക, സാനിറ്റൈസർ അവർക്ക് നൽകുക, കൂടുതലും യാത്രകൾ ഒഴിവാക്കുക. നമുക്ക് അകലം പാലിച്ച് ഒരു മനസ്സോടെ ലോകത്തെ രക്ഷിക്കാം. ശരി അമ്മേ, ശരി അച്ഛാ, നന്ദി, നമസ്കാരം. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എല്ലാവരും പാഠങ്ങളൊക്കെ നല്ലതുപോലെ പഠിച്ചല്ല? ഇന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഇന്ന് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് പഠിച്ചത്? ആർക്കെങ്കിലും പറയാമോ? നമ്മളിന്ന് പാഠപുസ്തകങ്ങളിലെ പാഠങ്ങൾ പഠിച്ച്, പിന്നെ മനഃപാഠ വാക്യങ്ങൾ പഠിച്ച്, പാട്ടുകൾ പഠിച്ച്, വേറെ പിന്നെ നമ്മൾ പഠിച്ച മനഃപാഠ വാക്യം ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ജോൺ ഒന്ന് പറഞ്ഞാണോ? ശരി, കൊള്ളാം, ജോൺ പറഞ്ഞു. ഇനി വേറെ ആർക്ക് പറയാം? നിങ്ങളെല്ലാവരും മനഃപാഠം പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ആർക്കെങ്കിലും നല്ലതുപോലെ മനസ്സിലായില്ല എങ്കിൽ അടുത്ത ക്ലാസ്സിൽ നിങ്ങളുടെ അധ്യാപകരോട് നിങ്ങൾ ചോദിച്ച് അത് നല്ലതുപോലെ പഠിക്കണം. ശരി, ഇന്ന് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കുന്നതിനായിട്ട് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ശരി, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യണം? എല്ലാവരും കണ്ണടച്ച് കൈകൂപ്പി നിൽക്കണം കേട്ടോ. ഞാൻ പ്രാർത്ഥിക്കുന്നത് പോലെ നിങ്ങൾ മനസ്സിൽ പ്രാർത്ഥിക്കണം. ശരി, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ദൈവം ഞങ്ങൾക്ക് ഒരു ദിവസം കൂടെ അങ്ങയുടെ വചനത്തെക്കുറിച്ച് പഠിക്കുവാനുള്ള ഉത്സാഹത്തെ തന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ ഇന്ന് കർത്താവെ വിവിധ ഭവനങ്ങളിലെ വിവിധ സാഹചര്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വചനം ഓൺലൈൻ വഴി സൺഡേ സ്കൂൾ പാഠങ്ങളായി ഞങ്ങൾ പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യവും ഞങ്ങളുടെ മേലിരുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ഇന്ന് ഞങ്ങൾ പഠിച്ച പാഠങ്ങളെല്ലാം ഞങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുവാൻ ദൈവം കൃപ കാണിക്കണമേ. ദൈവമേ, അത് ഞങ്ങളുടെ ഭാവി വളർച്ചയ്ക്കും ഒരുപാട് നന്മയായി തീരുവാൻ ദൈവം കൃപയോടെ കാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവെ, ഞങ്ങൾക്ക് ദൈവവചനം പഠിപ്പിച്ച എല്ലാ അധ്യാപകരെയും ഞങ്ങൾ ഓർമ്മിക്കുന്നു, അവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇത്രത്തോളം ദൈവത്തിൻ്റെ വചനത്തെ ആഴമായി ഞങ്ങൾക്ക് പറഞ്ഞു തരുവാൻ അങ്ങ് അവർക്ക് ജ്ഞാനവും വിവേകവും കൊടുത്തുവല്ലോ, സ്തോത്രം. അതോടൊപ്പം തന്നെ കർത്താവെ, ഞങ്ങൾക്കിന്ന് ഇങ്ങനെ ബൈബിൾ പഠനത്തിന് വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കി തന്ന സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തകരെ ഞങ്ങൾ ഓർമ്മിക്കുന്നു. പ്രത്യേകമായിട്ട് ഇതിൻ്റെ പ്രൊമോട്ടർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മറ്റ് കമ്മിറ്റി അംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരിൽ കൂടെ ഞങ്ങൾക്ക് ലഭിച്ച നല്ല കൃപകളെ ഞങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും പ്രാർത്ഥനയോടുകൂടെ തന്നെ സമർപ്പിക്കട്ടെ. ശേഷിക്കുന്ന സമയങ്ങളിലും പ്രത്യേകിച്ച് ഞങ്ങൾ ഇനിയും ഇതുപോലെ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്ന സമയം വരെ ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യവും ഞങ്ങളുടെ എല്ലാവരുടെ മേലും ചൊരിഞ്ഞ് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അടികൾ അപേക്ഷിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണമേ പിതാവേ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നമ്മോട് അവരോട് വിശേഷം പ്രാർത്ഥിച്ച അനേകം കാര്യങ്ങളോട്, ഞങ്ങളുടെ സൺഡേ സ്കൂളിനോട്, ഞങ്ങളുടെ അധ്യാപകരോട്, ഇതിൻ്റെ പ്രവർത്തകരോട് സർവ്വസമയവും ഇരിക്കുന്നതാകട്ടെ. ആമേൻ.